ഏതൊരാളും ഒരു ഫ്ലവറിങ് പ്ലാന്റ് വാങ്ങിക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പെട്ടെന്ന് പൂക്കൾ ഇടണം എന്നൊക്കെ തന്നെയായിരിക്കുമല്ലോ ആഗ്രഹിക്കുന്നത്. ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്ലാന്റാണ് ഗാർലിക് വൈൻ. പക്ഷേ ഇവിടെ വെയിൽ കുറവായതുകൊണ്ടായിരിക്കാം ഇവിടെ വേറൊരു മരം നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മുറിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഫസ്റ്റായിട്ട് ഫ്ലവറിങ് ചെയ്യുന്നത് 3.5 വർഷത്തിന് ശേഷം. അതും ഞാനും ഹസ്ബൻഡും കൂടെ ഇവിടെ സ്പേസ് കുറവാണ്, അതുകൊണ്ട് കട്ട് ചെയ്ത് കളയാം, ഇതുവരെ പൂക്കൾ ഇട്ടില്ലല്ലോ എന്നൊക്കെ ഡിസ്കസ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോഴായിരുന്നു അതിലിങ്ങനെ പൂക്കൾ വന്നത്. ആദ്യം ഒരു 4 ബഞ്ചസാണ് വന്നത്. ഇങ്ങനെ ഓരോ ബഞ്ചസിലും ഇതുപോലെ ഒരു 10-12 മുട്ടകളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യം വിരിയുന്നത് വൈറ്റ് കളറായിട്ട് അത് കൊഴിഞ്ഞു പോകും. ഒരു 4 ഡേയ്സൊക്കെ മാത്രമേ ഒരു ഫ്ലവർ നിൽക്കുകയുള്ളൂ. പക്ഷേ ആ ഒരു ബഞ്ചിലുള്ളത് മൊത്തത്തിൽ വിരിഞ്ഞ് വരാൻ കുറച്ച് ദിവസം എടുക്കും. മറ്റേത് കൊഴിഞ്ഞു പോകുമ്പോഴായിരിക്കും ഏറ്റവും ലാസ്റ്റിൽ വന്ന മുട്ട് വിരിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബഞ്ചിൽ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിട്ട് കാണും. അപ്പോൾ ഇങ്ങനെ നിറഞ്ഞു പൂത്ത് നിൽക്കുമ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയാണ്. ദൂരെ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും പച്ച കളറിൽ ഈ ഒരു പിങ്ക് ഷെയ്ഡ്സൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ബ്രൈറ്റായിട്ട് തോന്നും. അപ്പോൾ ഇവിടെ നിന്ന് മരം മുറിച്ചതിന് ശേഷമാണ് ഇത് പൂത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വെയിലും വെള്ളവും മാത്രം ആവശ്യമുള്ളൊരു പ്ലാന്റാണ്. എങ്കിൽ മാത്രമേ ഇത് പൂക്കളിടുള്ളൂ. ആദ്യത്തെ തവണ പൂത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ശക്തമായിട്ടുള്ള മഴയൊക്കെ പെയ്തതുകൊണ്ടായിരിക്കും 1 മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നേരത്തെ കാണിച്ച പോലെ ഒരു 10-18 ബഞ്ചസ് പൂത്തു.